എന്നെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നേ? ആഹാ, FB-യിൽ അടിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഹോഴ്സ് റൈഡിംഗിൽ എക്സ്പേർട്ട് ആണെന്നൊക്കെ? അതൊന്നും നുണയല്ല കേട്ടോ. ജസ്റ്റ് ദാറ്റ് ഇപ്പൊ കുറച്ച് നാളായി, അത്രേ ഉള്ളൂ. ഹേയ്, ഡയലോഗ് അടിക്കണ്ട, ഓടിച്ചു കാണിക്കാൻ. പറഞ്ഞത് ഗുണ്ടാണോന്ന് അറിയണ്ടേ? വാ. സാർ ഇവനെ എടുത്തോ. പുതിയവർക്ക് ഇവനാ ബെസ്റ്റ്. പിടിച്ചെടുത്ത് നിൽക്കുവേ. സാറിന് മത്സരിക്കാൻ താല്പര്യമുണ്ടോ? എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, മേനോൻ സാർ അങ്ങോട്ട് മേലോട്ട് പോയിട്ടുണ്ട്. പുള്ളി ആരെ കണ്ടാലും മത്സരിക്കും. കുട്ടികളെ പോലത്തെ സ്വഭാവ. നോക്കട്ടെ. വരുന്നോ? ഏയ് ഇല്ല, ഞാനിവിടെ ഇരുന്നോളാം. എനിക്ക് കുതിരയെ പേടിയാ. പേടിയുള്ള ഒരു കാര്യങ്ങളുണ്ടല്ലോ. പക്ഷേ ഒരു കുതിരയെ ഒരു കഴുതി ഓടിക്കുന്നത് എനിക്കൊന്ന് കാണണം. അയ്യടാ. വെരി ഗുഡ്. പോവാം. മഴ വരുന്നു. വേഗം പോവാം. ജെനി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോ. അല്ല, അപ്പോൾ ഈ എഴുത്തുകാര് മഴയെയും പ്രണയത്തെയും ലിങ്ക് ചെയ്ത് പറയുന്നത് ഒരു തരം ക്ലീശയല്ലേ? ഞാൻ വിചാരിച്ചു വേറെന്തോ ചോദിക്കാനാണെന്ന്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ആ, ചോദിക്കും. ഈ പ്രണയം ക്ലീശയാണ്? ഹേയ്, അല്ല. ജെനി പ്രണയിച്ചിട്ടുണ്ടോ? എന്തൊരു ചോദ്യം. പ്രണയിച്ചിട്ടുണ്ട്. അല്ല, ഇപ്പോഴും പ്രണയമുണ്ടോ? ഒരിക്കൽ ജനിച്ചാൽ പിന്നെ മരണമില്ലാത്ത ഒന്നാണ് പ്രണയം. അല്ല ജെനി, ഒരാൾക്ക് മറ്റൊരാൾക്ക് തന്നോട് പ്രണയമുണ്ടെന്നറിയാൻ എങ്ങനെ പറ്റും? പറയാതെ അറിയേണ്ടതാണ് പ്രണയം. ശ്രദ്ധിക്കണ്ടേ ജെനി? മഴ കുറഞ്ഞല്ലോ, നമുക്ക് പോയാലോ? Control before calling. Everything is okay. Waiting for HM. Traffic under control. 10 മിനിറ്റിനകം സ്ഥലത്തെത്തും. വണ്ടി കൊണ്ട് ഒതുക്കും. ഇവിടെ നിർത്തും. മിനിസ്റ്റർ പാസ് ചെയ്യുന്നുണ്ട്. കുറച്ചു നേരം വെയിറ്റ് ചെയ്യും. ഹലോ, എപ്പോ, എങ്ങനെ? ആ, ഞാൻ മിനിസ്റ്റർക്ക് എസ്കോർട്ടുമായിട്ട് നിൽക്കുക. ആ, ഞാൻ കഴിഞ്ഞ ഉടനെ വിളിക്കാം. അങ്ങോട്ട് വരാം. ആ, ശരി. ഡോ ഭാസ്കര, മിനിസ്റ്റർ പോയി കഴിഞ്ഞ ഉടനെ ഞാനങ്ങ് പോകും.
ഓക്കെ സാർ. നിങ്ങൾ പുള്ളി തിരിച്ചു പോയിട്ട് പോയാൽ മതി. ശരി സാർ. സാർ ഇനിയൊരു 15 മിനിറ്റ്. ഇസേ റെഡി. ഭാസ്കര, ഞാനങ്ങ് പോയേക്കോ. സാർ. എബി എബി ഇതിൽ റൈറ്റിലേക്ക് എടുത്തോ. എബി ഇവിടെ നിർത്ത്. ഇവിടെ ഇവിടെ നിർത്ത്. ഇവിടെ എന്താ? അത് കണ്ടു നിർത്ത്. എവിടെയാ പോകുന്നത്? വാ വേഗം വാ. വേഗം വാ. എബി! പ്രകൃതിയിൽ അലിഞ്ഞു ചേർന്നു അല്ലേ? എപ്പോഴേ അലിഞ്ഞു ചേർന്നു. ജെനി, നീ കുറച്ചു നേരം അങ്ങനെ തന്നെ നിൽക്കണേ. ഓക്കെ? ഓ, അപ്പൊ ഞാൻ ഒരു മോഡലായല്ലേ? ഒന്ന് അനങ്ങാൻ നിന്നേ. അവിടെ നോക്ക്. കുറച്ചിങ്ങോട്ട്. ഇനിയൊന്ന് നേരെ മതി. എബി സ്വർഗത്തിൽ പോയിട്ടുണ്ടോ? ഇല്ല. പല അർത്ഥത്തിലും ഇവിടം സ്വർഗമാണ്. കാഴ്ചകളെ സ്നേഹിക്കുന്നവർക്ക് പ്രകൃതി ഒരുക്കുന്ന സ്വർഗം. എല്ലാം നഷ്ടപ്പെട്ടവർ, പ്രതീക്ഷയറ്റവർ, അവരും മരണമെന്ന ഷോർട്ട് കട്ടിലൂടെ ഈ സ്വർഗത്തിൽ അലിഞ്ഞു ചേരും. എന്റെ ഫിലോസഫി തുടങ്ങി അല്ലേ? ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ഇല്ല. കുറെ പേര് ഇവിടെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്ന്. ഇവിടെയോ? യെസ്, നമ്മുടെ അരുൺ പണ്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പേടിച്ച് തിരിച്ചുപോയി. ഓ, പിന്നെയാ വിഷം കഴിച്ചത്. ചിലർക്ക് ഈ മഞ്ഞാണ് ധൈര്യം. ചുറ്റും മഞ്ഞ് വന്ന് മൂടുമ്പോ മഞ്ഞിലൂടെ ഊർന്ന മഞ്ഞിന്റെ തണുപ്പറിഞ്ഞ് കാഴ്ചകളിൽ നകന്ന് നേരെ സ്വർഗത്തിലേക്ക്. ജെനി! 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 എബി പേടിച്ചു പോയോ? ജെനി, നീ എന്തായി കാണിച്ചേ? പേടിക്കണ്ട, ഇങ്ങ് പോര്. അത് ശരി, നോക്കി കണ്ടോക്കെ ചാടുമല്ലേ? ഞാൻ വിചാരിച്ചു ഞാൻ ചാടുമ്പോൾ എബിയും കൂടെ ചാടുമെന്ന്.
സത്യം ഞാൻ പേടിച്ചുപോയി. എന്ത് വിചാരിച്ചു? ഞാൻ സൂയിസൈഡ് ചെയ്യാണെന്നോ? പിന്നല്ലാണ്ട്. ഹാ, ഞാൻ ഒരിക്കലും സൂയിസൈഡ് ചെയ്യില്ല. എന്നാലും കൂടെ ചാടാത്തത് മോശമായി പോയി കേട്ടോ. പിന്നെ എനിക്ക് വട്ടല്ലേ. ആ, വാ. എന്നെ ഈ പാറയിലേക്ക് ആവാഹിച്ചു കളഞ്ഞല്ലോ. സൂപ്പർ. പക്ഷെ എനിക്ക് ഇത്രയും ഭംഗിയില്ല. ഇതിലും ഭംഗിയുണ്ട്. നമുക്കൊരു സെൽഫി എടുത്താലോ? ഉം.